So last class discuss the midpoint theorem and converse of midpoint theorem and two questions based on midpoint and converse of midpoint. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ എക്സസൈസ് 8.2 ആണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. 10 തിയറംസ് ഉണ്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറംസ് മിഡ് പോയിന്റ് തിയറം ആൻഡ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ്സ് തിയറമായിട്ട് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കണം. Okay, നമുക്ക് സമയം കളയണ്ട. We can move on to our problem section. Next question. So this is the question. ABCD is a rhombus and P, Q, R and S are the midpoints of the sides AB, BC, CD and D respectively. Show that the quadrilateral PQRS is a rectangle. So ഇതാണ് ABCD എന്നുള്ള rhombus. ABCD അതിനെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റിനെയും കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന കോർഡിലേറ്ററിലാണ് പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസ് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതിന് ഒരുപാട് രീതി പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഫസ്റ്റ് പാർട്ട് എപ്പോഴും കോമൺ ആണ്. സെക്കൻഡ് പാർട്ട് പല രീതിയിലും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പല പല പാരലോഗ്രാംസ് ആക്കി പ്രൂവ് ചെയ്യാം. ഞാൻ ട്രയാങ്കിൾ യൂസ് ചെയ്താണ് ചെയ്യാൻ ശ്രമിക്കും. സോ റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഡെഫിനേഷൻ ആദ്യം ഇതിന് എഴുതിയ പാരലോഗ്രാം ബേസ് ചെയ്ത ഡെഫിനേഷൻ തന്നല്ലേ. Rectangle means parallelogram having one angle 90 degrees called rectangle എന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ റെക്റ്റാങ്കിളിനെ ഡയറക്റ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഡയഗണൽസ് ഈക്വൽ ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അതുപോലെ ഒരു പാരലോഗ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്താലും റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. ഞാൻ പാരലോഗ്രത്തിൻ്റെ ആംഗിൾ 90 എന്നുള്ളതെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. എങ്ങനെയായാലും ആദ്യം പാരലോഗ്രം ആക്കിയിട്ടേ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ജോയിൻ എ സി. എയും സിയും ഒന്ന് കണക്ട് ചെയ്യും. ഹിയർ ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ ആണ്. എ ബി സിയും എ ഡി സിയും വലിയ രണ്ട് ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹിയർ ഇൻ ട്രയാങ്കിൾ എ ബി സി A, B, C. P and Q എന്താണെന്ന് പറഞ്ഞേക്കുന്നത് മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് ബി സി. P and Q are midpoints of the sides AB and BC. നോക്കുക, ABC എന്നുള്ള ട്രയാങ്കിളിൽ അതിൽ എ ബിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് പി ക്യു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിയറം അറിയാം, മിഡ് പോയിന്റ് തിയറം. എന്താ മിഡ് പോയിന്റ് തിയറം? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൽ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലും ആയിരിക്കും, തേർഡ് സൈഡിൻ്റെ ഹാഫും ആയിരിക്കും. സോ യൂസിങ് മിഡ് പോയിന്റ് തിയറം നമുക്ക് എന്ത് പറയാം? പി ക്യു എന്നുള്ള ലൈൻ പി ക്യു പാരലൽ ടു എ സി ആൻഡ് പി ക്യു ഈക്വൽ ടു ഹാഫ്. നമ്മൾ മിഡ് പോയിന്റ് തിയറം ചെയ്തപ്പോൾ കൂടെ ചെയ്ത പ്രോബ്ലത്തിൽ ഇതേ പാർട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഫോർ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് സൈഡിൽ ട്രയാങ്കിൾ എ ഡി സി ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഇൻ ട്രയാങ്കിൾ എ ഡി സി ഇതേപോലെ തന്നെ ആർ ആൻഡ് എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് സി ഡി ആൻഡ് ഡി എ അല്ലേ. എ ഡി സി എന്നുള്ള ലെഫ്റ്റ് ട്രയാങ്കിളിൽ ആറും എസും മിഡ് പോയിന്റ്സ് ആണല്ലേ. സെയിം കേസ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റിനെ കണക്ട് ചെയ്ത ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡിന് പാരലും ഈക്വലും ആയിരിക്കും. പക്ഷെ നമ്മൾ എഴുതണം മിഡ് പോയിന്റ് തിയറം യൂസിങ് മിഡ് പോയിന്റ് തിയറം. R is parallel to AC and R is equal to half AC. equation 1 and 2 നോക്കിയേ.
1 and 2 from equation 1 and 2. PQ AC की parallel ആണ്, AC RS ന് parallel ആണ്. That means PQ parallel to AC parallel to RS and PQ equal to half AC, that is equal to RS. ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തതാണ്. എത്ര ലൈൻസ് പാരലൽ ആയാലും പാരലൽ പ്രോപ്പർട്ടി മാറത്തില്ല. പി ക്യു എ സിക്ക് പാരലൽ ആണ്, എ സി ആർ എസിന് പാരലൽ ആണെങ്കിൽ പി ക്യു ആർ എസും പാരലൽ ആയിരിക്കും. പി ക്യു പാരലൽ ടു ആർ എസ് ആൻഡ് പി ക്യു ഈക്വൽ ടു ആർ എസ്. ഇതിപ്പോൾ ഇവിടെ നോക്കിയേ, പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ പി ക്യു ആർ എസ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ടു ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? പാരലലോഗ്രാം ആയിരിക്കും. വൺ പെയർ ഓഫ് opposite sides are parallel and equal, therefore PQRS is a parallelogram. PQRS is a parallelogram. So ഇപ്പോൾ പാരലോഗ്രാം ആയിട്ടുള്ള നമുക്ക് പ്രൂവ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ എന്നാണ്. പിന്നെ പാരലോഗ്രത്തിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അല്ല ഡയഗണൽ ഒരു ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല, ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ക്യൂഎസും പി ആറോടെ ജോയിൻ ചെയ്ത് രണ്ട് ഡയഗണലൊക്കെ വരയ്ക്കാം. വേറെ ഒന്ന് രണ്ട് ക്വാഡ്രിലാറ്ററലാക്കാം. അത് പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു ആർ എസ് ഒഴിവാക്കി. ഞാൻ ഫിഗർ ഒന്ന് റൗണ്ട് ചെയ്തു, ഒന്ന് റൊട്ടേറ്റ് ചെയ്തു ഫിഗർ. അങ്ങനെ കുറച്ചുകൂടെ ഞാൻ ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നതിലും ഒരു പാരലോഗ്രാം മാത്രം എടുത്ത് പ്രൂവ് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള രീതി അതാണ്. ട്രയാങ്കിൾ വരുമ്പോൾ അതിനകത്ത് പിന്നെയും രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ആണ് പ്രൂവ് ചെയ്യണം, ലീനിയർ പെയറിൻ്റെ പ്രോപ്പർട്ടി എടുക്കണം, അകത്ത് വേറൊരു റെക്റ്റാങ്കിൾ കിട്ടും, വേറൊരു പാരലോഗ്രാം റെക്റ്റാങ്കിൾ പ്രൂവ് ചെയ്യണം, അതിൻ്റെ ആംഗിൾ വെച്ച് അങ്ങോട്ട് പോകാൻ പറ്റും. അതൊരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇത് ഒറ്റ പാരലോഗ്രാം മാത്രം യൂസ് ചെയ്ത് രണ്ട് ഡയഗ്രാമിൻ്റെ പ്രോപ്പർട്ടി വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നേരത്തെയുള്ള ഫിഗർ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. നമുക്കൊരു കൺസ്ട്രക്ഷൻ കൊണ്ട് ബി ഡി ഒന്ന് ജോയിൻ ചെയ്യണം. ബി ഡി ഒന്ന് ജോയിൻ ചെയ്യണം. ഞാൻ ഒന്നിട്ട് പേരെടുക്കുന്നു. സോ പിന്നെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്ത് ജോയിൻ ബി ഡി. ഇനി ABCD is a rhombus. തന്നിട്ടുണ്ട്. Since ABCD is a rhombus and diagonals of rhombusന്റെ diagonalsന്റെ പ്രത്യേകത എന്താ? Diagonals of rhombus are perpendicular to each other. അല്ലേ? ഡയഗണൽസിൽ റോംബസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഒരു 90 കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് പി ക്യു ആർ എസ് എന്നുള്ളത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ പി ക്യു ആർ എസിൽ പി ഒ ക്യു ഒ ആർ ഒ എസ് ഒ ഏതെങ്കിലും ഒരു ആംഗിൾ 90 കൂടെ വന്നു കഴിഞ്ഞാൽ പാരലോഗ്രാം ഹാവിങ് വൺ ആംഗിൾ 90 ഡിഗ്രി റെക്റ്റാങ്കിളായി. ഞാനിപ്പോൾ പിയിൽ 90 കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഈ ഓയിൽ 90 കിട്ടി അല്ലേ? ഇപ്പോൾ 90 കിട്ടി. അത് പാരലോഗ്രത്തിൻ്റെ അല്ല, റോംബസിൻ്റെ പ്രോപ്പർട്ടിയാണ്. എ ബി സി റോംബസ് ആയിട്ടും എ സിയും ബി ഡിയും ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. നമുക്ക് ഇതേ 90 ഡിഗ്രി പിയിൽ കൊണ്ടുവരണം എന്ത് ചെയ്യണം? ഇത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആകുന്ന പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? പറയാം, പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അത് ഈ എം പി എൻ ഒ എന്നുള്ളത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്താൽ, ഒറ്റ പാരലോഗ്രാം മതി നമ്മൾ, എം പി എൻ ഒ എന്നുള്ളത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളായ
MON-ഉം MBN-ഉം എന്താണ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവും. ഇത് 90 ആയതുകൊണ്ട് ഇത് 90 ആവും അല്ലേ. അപ്പോൾ P90 കിട്ടി. PQRS പാരലോഗ്രാം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ PQRS എന്നുള്ള പാരലോഗ്രത്തിൽ ഒരാംഗിളായ P90 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതൊരു റെക്റ്റാങ്കിൾ ആണ്. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇവിടെ വരെ കിട്ടി, ഈ ആംഗിൾ വരെ കിട്ടി. ഇനി in quadrilateral MPNO. ഇപ്പൊ ഇത് വെറും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമ്മൾ പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. PN പാരലൽ ടു MO. മാജിക് കാണിച്ച് കിട്ടിയൊന്നുമല്ല. PN പാരലൽ ടു MO. റീസൺ ഇതാണ്, PQ പാരലൽ ടു AC. ഓക്കെ, PQ പാരലൽ ടു AC മുമ്പേ കിട്ടിയ കാര്യമില്ലേ നമുക്ക്. ആ PQയിലെ പാർട്ടാണ് PN ഇല്ലേ, AC-യിലെ പാർട്ടാണ് MO. പാരലൽ പ്രോപ്പർട്ടി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പാരലൽ ലൈൻസിന്റെ നീളം കൂട്ടിയാലും കുറച്ചാലും പാരലൽ പ്രോപ്പർട്ടി മാറില്ല. PQവും AC-യും പാരലൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ PQവിന്റെ പാർട്ടായ PN-ഉം AC-യുടെ പാർട്ടായ MO-യും പാരലൽ ആയിരിക്കും. ഓൾസോ PM പാരലൽ ടു ON. ഇതിന്റെ റീസൺ ഇതാണ്, PS പാരലൽ ടു BD. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, അസ്യൂം ചെയ്ത് എഴുതിയാൽ മതി. കാരണം നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്തില്ലേ PQ AC-യും പാരലൽ. അതുപോലെ തന്നെ ഈ ഡയഗണൽ BD വരുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സിമിലർലി ഇട്ട് എഴുതിയാൽ മതിയെന്ന്. PS പാരലൽ ടു BD ആൻഡ് PS ഈക്വൽ ടു ഹാഫ് ഓഫ് BD ആണ് നമുക്കറിയാം. കാരണം എന്താ, ഇവിടെ PUS-ഉം ABD എന്നുള്ള ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ആണ് PUS-ഉം. അതിനെ കണക്ട് ചെയ്ത ലൈനാണ് PS. അപ്പോൾ PS തേർഡ് സൈഡായ BD-ക്ക് പാരലും ഹാഫും ആയിരിക്കും ഇല്ലേ. അതാണ് PS പാരലൽ ടു BD. മിഡ് പോയിന്റ് തിയറം വെച്ചാണ്. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ മറ്റേ പാർട്ട് ഓൾറെഡി നമുക്കറിയാം. ഇപ്പൊ നോക്കിയേ, MPNO നോക്കിയേ, അതിന്റെ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് അല്ലെ, PN-ഉം MO-യും പാരലായി, PM-ഉം ON-ഉം പാരലായി. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം. നൗ each pair of opposite sides are parallel. Therefore, MPNO is a parallelogram. MPNO parallelogram. Now, angle MON which is equal to angle MPN. Opposite angles of a parallelogram. Opposite angles of parallelogram equal ആണ്. ഈ രണ്ട് ആംഗിൾ ഇത് 90 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഈ ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് ആംഗിൾ MPN ഈക്വൽ ടു 90 ഡിഗ്രി. MPN എന്ന് പറഞ്ഞാൽ P തന്നെ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? Now PQRS is a parallelogram with angle P equal to 90 degree. Therefore, PQRS is a rectangle. ഈ പ്രൂവ് ചെയ്യാൻ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും കുറച്ച്, ബാക്കി മിഡ് പോയിന്റ് ആണ്. ഈ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ട ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ബാക്കി ട്രയാങ്കിൾ മെത്തേഡോ രണ്ട് പാരലോഗ്രാം എടുത്ത് പ്രൂവ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇതാണ് വളരെ എളുപ്പം. റോംബസിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അത് വെച്ച് നമ്മൾ ഈ പാരലോഗ്രാം ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഒരു ആംഗിൾ 90 കിട്ടി. PQRS പാരലോഗ്രാം ആണെന്ന് നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാരലോഗ്രാം ഹാവിംഗ് വൺ ആംഗിൾ 90 ഈക്വൽ ടു റെക്ടാങ്കിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ABC is a triangle right angle rectangle. That means C is a right angle. A line through the midpoint M of hypotenuse AB and parallel to BC. That means AB എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസിന്റെ മിഡ് പോയിന്റ് ആണ് M. M ൽ കൂടി വരയ്ക്കുന്ന ഈ ലൈൻ
ബി സിക്ക് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ എ സിയിൽ ഡിയിൽ മീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. എ ബി സി ട്രയാങ്കിൾ, സി റൈറ്റ് ആംഗിൾ, ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും അതർ സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ, സെക്കൻഡ് സൈഡിൽ പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ, തേർഡ് സൈഡിൽ ഡിയിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് എ ഡി ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിനകത്ത് ഇൻ ട്രയാങ്കിൾ എ ബി സി, in triangle ABC, M is the midpoint. M is the midpoint of AB, and MD parallel to BC. അല്ലേ? നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ട്രയാങ്കിളിനകത്ത് എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, എം ഡി എന്ന് പറയുന്നത് ബി സിക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും സെക്കൻഡ് സൈഡിനെ പാരലായിട്ട് തേർഡ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. യൂസിങ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം, എക്സാമിന് കൂടുതലും ഈ പേരെഴുതരുത്, ഞാൻ പെട്ടെന്ന് പറയുന്നുള്ളൂ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനാണ് വളരെ നല്ലത്. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം, ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഐ സി. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് നോക്കാം. പെട്ടെന്ന് ചെയ്യാം. എം ഡി പാരലൽ ടു എ സി, എം ഡി പെർപെൻഡിക്കുലർ ടു എ സി. എം ഡിയും എ സിയും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്താൽ, ഈ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. Here MD parallel to BC തന്നിട്ടുണ്ട്. MD parallel to BC and AC is a transversal. ഇല്ലേ? എം ഡിയും ബി സിയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി എം ആൻഡ് ആംഗിൾ ബി സി എ, ഇത് നമ്മളുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ്, corresponding angles. നോക്ക്, ആംഗിൾ ബി സിയുടെ വാല്യൂ നമുക്കറിയാം 90 ഡിഗ്രി തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് സി, therefore ADM ബി സി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADM ഈക്വൽ ടു 90 ഡിഗ്രി. അത് മീൻസ് ഈ ആംഗിൾ 90 ആണ്, ഇത് 90 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും നമുക്കറിയാം. ഇത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. 90 ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ലൈൻ സെഗ്മെന്റും പെർപെൻഡിക്കുലർ ആണ്. That is MD perpendicular to AC. Okay. CM equal to MA equal to half AB. CM, that means ഇവിടെ കണക്ഷൻ ആണ്. അല്ലേ? സോ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി നമുക്ക്, EDM CDM. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. In triangle ADM and triangle CDM, angle ADM which is equal to angle CDM, these two angles നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ. എന്താണ്? ഈക്വൽ ആണ്, കാരണം 90 ഡിഗ്രി ഈച്ച്. ഇപ്പം കണ്ടുപിടിച്ചോളൂ 90 ഡിഗ്രി ആണ്. ഇത് 90 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് MD equal to MD, common. MD equal to MD common. Next AD equal to CD. D is the midpoint of AC. ആദ്യം കണ്ടുപിടിച്ചു. D is the midpoint of AC. ഇപ്പോൾ നോക്കൂ, side angle side. Therefore
ട്രയാങ്കിൾ ADM congruent to triangle CDM. SAS concurrent storage. നമുക്കിത് കോൺഗ്രൻ്റ് ആണ് നല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CM equal to MA equal to half AB ആണ്. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? രണ്ട് കറസ്പോണ്ടിങ് പാർട്ടാണ് CM ഉം MA. ഇത് രണ്ട്. That is CM equal to MA. CP CT. ഇത് നമുക്ക് ഇവിടെ ഈ MAയുടെ പ്രത്യേകത നോക്കി. MA എന്ന് പറഞ്ഞാൽ എന്താണ്? AB-യിൽ പകുതി പാർട്ടാണ്. കാരണം M എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ആണ് AB-യിൽ. AB-യുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ AB-യുടെ ഹാഫ് ആണ് ഇത്രയും ഭാഗം. അപ്പോൾ ഈ MAക്ക് വരുന്ന നമുക്ക് എന്താ എഴുതാം? ഹാഫ് AB എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ആവും? CM equal to MA equal to half AB അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? സോ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി എക്സസൈസ് 8.2-ലെ 3rd, 5th and 6th ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. വളരെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്തില്ല. സോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. തിയറംസ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay, today we can conclude our section. We'll be see you on the next class. Thank you.